ഡോക്ടർ കത്തിയാൽ കൂട്ടിയിണങ്ങിയ ഇരട്ടക്കുട്ടികളുടെ തലയോട് കത്തിയിട്ട് തുറന്നു. പിന്നെ അവർ ശക്തമായി തല വേർപെടുത്തി. ഉടനെ അവരുടെ തലയിലെ മസ്തിഷ്കം സീലിലൂടെ ബന്ധിപ്പിച്ചു. പക്ഷേ മൂത്ത സഹോദരിയുടെ തലയിൽ അകത്തുനിന്ന് രക്തം ഒഴുകിത്തുടങ്ങി. അക്കണ്ട് ഡോക്ടർ ഞെട്ടിപ്പോയി. കാരണം അവർ രണ്ടുപേരും ഒരുപാട് പണത്തിന് ഒപ്പിട്ട ഒരു കരാർ ഒപ്പിട്ടിരുന്നു. ഒരാൾ മരിച്ചാൽ മറ്റൊരാൾ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന്. എങ്കിലും ഇതിന് ഡോക്ടറെ കുറ്റപ്പെടുത്താനാകില്ല. കാരണം ഈ അപകടം മൂത്ത സഹോദരി തന്നെ ക്ഷണിച്ചു വരുത്തിയതാണ്. അവൾ ഒരു വയസ്സനായ പുരുഷനോടുള്ള പ്രണയത്തിനായിട്ട് വേണ്ടിയാണ് സഹോദരിയോട് വേർപെടാൻ തീരുമാനിച്ചത്. പക്ഷേ ഇരുവരും 30 വർഷമായി ഒരേ തലച്ചോറ് പോലെയാണ് പങ്കിട്ടിരുന്നത്. അല്പം പിഴച്ചാൽ തന്നെ ജീവൻ പോവാം. എന്നാൽ അതിനേക്കാൾ വിലയേറിയത് പ്രണയമാണെന്ന് വിശ്വസിച്ച അവൾ മരണത്തെ പേടിച്ചില്ല. ചിന്താശേഷിയില്ലാത്ത സഹോദരി അതിനായി ഉറച്ചുനിന്നു. അതിനാൽ ഇളയ സഹോദരി സമ്മതിച്ചു. എന്നാൽ ഈ ശസ്ത്രക്രിയ വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. അതിനായി ആശുപത്രിയിലെ എല്ലാ ഡോക്ടർമാരും ഒരു മോഡൽ നിർമ്മിച്ചു. അനേകം തവണ പരിശീലന ശസ്ത്രക്രിയകൾ നടത്തിയ ശേഷമാണ് ഇരട്ടകളെ ശസ്ത്രക്രിയശാലയിലേക്ക് കൊണ്ടുപോയത്. ഡോക്ടറുടെ കയ്യൊപ്പുള്ള കഴിവിൽ ഇരട്ടകൾ വ്യത്യസ്തരായി വേർപെട്ടു. ചെറുതായി സീലിംഗ് ചെയ്താൽ മതിയാകും എന്ന് കരുതി ഓരോരുത്തരും പുതിയ ജീവിതത്തിലേക്ക് കയറിയിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ അപ്പോൾ മൂത്ത സഹോദരിക്ക് വലിയ രക്തസ്രാവം തുടങ്ങി. ഡോക്ടർ വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി. എങ്കിലും മൂത്ത സഹോദരി ശസ്ത്രക്രിയയിൽ മരിച്ചു. ഭാഗ്യവശാൽ കുഞ്ഞു സഹോദരിയുടെ ശസ്ത്രക്രിയ വിജയകരമായി. പക്ഷേ അവരൊപ്പിട്ട കരാർ പ്രകാരം ഡോക്ടർ കുഞ്ഞു സഹോദരിക്കും യൂതനേഷ്യ ചെയ്യേണ്ടിവരും. എന്നാൽ അമ്മയ്ക്ക് അത്ര ദുഃഖം നൽകാൻ മനസ്സില്ലാത്തതിനാൽ ഡോക്ടർ വീണ്ടും ശസ്ത്രക്രിയ നടത്തി. ചെറിയ സഹോദരിയുടെ നാഡീസംവിധാനത്തിലൂടെ മൂത്തവളെ ഉണർത്താൻ ശ്രമിച്ചു. പക്ഷേ അതുവരെ അകത്തെ സഹോദരി മരിച്ചുപോയി. അവസാനം കുഞ്ഞു സഹോദരിയെ ഒറ്റക്കാക്കിയില്ലെന്ന് ഉറപ്പാക്കാനായി അമ്മ കൃത്രിമശ്വാസമൊരുക്കുന്ന യന്ത്രം ഓഫാക്കി. അവളെയും മരിപ്പിച്ചു. മൂത്തവളെ ഒറ്റയ്ക്കാകാതെ